Hello guys, guten Tag. Welcome back to our channel Easy German Hub, where you can learn German simply and effectively. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ് ഇൻ അക്യൂസാറ്റീവ് കേസ്. ജർമ്മൻ ഭാഷയിൽ 4 ഗ്രാമാറ്റിക്കൽ കേസുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ ആദ്യത്തെ നോമിനാറ്റീവ് കേസിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോമിനാറ്റീവ് കേസിലെ ആർട്ടിക്കിൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് articles in accusative case, and we will cover these topics as well. What is accusative case? Accusative case എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടും. പിന്നെ ഡെഫിനിറ്റ്, ഇൻഡെഫിനിറ്റ് ആൻഡ് നെഗറ്റീവ് ആർട്ടിക്കിൾ ഇൻ അക്യൂസാറ്റീവ് കേസ് ആൻഡ് കമ്പയറിംഗ് ടു നോമിനാറ്റീവ് കേസ്. എന്തൊക്കെ മാറ്റങ്ങളാണ് നോമിനാറ്റീവ് കേസ് ആർട്ടിക്കിളിൽ നിന്നും അക്യൂസാറ്റീവ് കേസിലെ ആർട്ടിക്കിൾസിൽ വരുന്നത്? ഡെഫിനിറ്റ്, ഇൻഡെഫിനിറ്റ് ആൻഡ് നെഗറ്റീവ് ആർട്ടിക്കിളിൽ വരുന്ന മാറ്റങ്ങളും അവ മനസ്സിലാക്കാനുള്ള എക്സാമ്പിൾ സെൻറ്റൻസും നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് വാട്ട് ഈസ് അക്യൂസാറ്റീവ് കേസ്. എന്താണ് അക്യൂസാറ്റീവ് കേസ്? ജർമ്മൻ ഭാഷയിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എന്തിലാണ്? സബ്ജക്റ്റിലാണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് നോമിനാറ്റീവ് കേസാണ്. എക്സെപ്റ്റ് സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ റിസീവ് ചെയ്യുന്ന പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് ആണ് അക്യൂസാറ്റീവ് കേസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സബ്ജക്റ്റ് അല്ലാതെ ഒരു സെൻറ്റൻസിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ വന്നാൽ അതെന്താണ്? അക്യൂസാറ്റീവ് കേസ് സെൻറ്റൻസ് ആയിരിക്കും. ഇതിനുള്ള ഒരു സിമ്പിൾ ഫോർമുലയാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. സബ്ജക്റ്റ്, വെർബ് ആൻഡ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്തായിരിക്കും? നോമിനാറ്റീവ് കേസ് ആയിരിക്കും. വെർബ്, ദെൻ ഒബ്ജക്റ്റ് ആണ് അക്യൂസാറ്റീവ് കേസ് ആയിട്ട് വരുന്നത്. അക്യൂസാറ്റീവ് കേസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അക്യൂസാറ്റീവ് കേസ് എങ്ങനെ കണ്ടുപിടിക്കും? അതിനുള്ള ചെറിയൊരു ടിപ്പാണിത്. ഒരു സെൻറ്റൻസിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഓർ പേഴ്സൺ ഉണ്ടോ എന്ന് നോക്കുക. അടുത്തതാണ് ആർട്ടിക്കിൾസ്. അക്യൂസാറ്റീവ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അക്യൂസാറ്റീവ് കേസാണ്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അടുത്തതാണ് അക്യൂസാറ്റീവ് പ്രിപ്പോസിഷൻസ് ആൻഡ് പേഴ്സണൽ പ്രൊനോമൻസ്. ഇവ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അക്യൂസാറ്റീവ് കേസ് ആയിരിക്കും. ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പഠിക്കും. ഓക്കെ, അക്യൂസാറ്റീവ് കേസ് എന്താണെന്ന് നമുക്കൊരു എക്സാമ്പിൾ സെൻറ്റൻസിലൂടെ നോക്കാം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇഷ് സേ ദേൻ മൻ, ഐ സീ ദ മാൻ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇഷ് ആണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, അതായത് നോമിനാറ്റീവ് കേസ്. സേ അതാണ് ഇവിടെ വെർബായിട്ട് വന്നിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ദേൻ മൻ, അതാണ് ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, അതായത് അക്യൂസാറ്റീവ് കേസ്. ഈ സെൻറ്റൻസിൽ ഇവിടെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് അക്യൂസാറ്റീവ് കേസ് സെൻറ്റൻസ് ആയിരിക്കും. ഇതിനുള്ള മറ്റൊരു എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് സീ കൗഫ്റ്റ് ആൻ ആപ്പിൾ, ഷീ ബൈസ് ആൻ ആപ്പിൾ. ഇതിൻ്റെ അകത്ത് സി ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, അതായത് നോമിനാറ്റീവ് കേസ്. കൗഫൻ ആണ് ഈ സെൻറ്റൻസിലെ വെർബായിട്ട് വന്നിരിക്കുന്നത്. ഐനൻ ആപ്പിൾ ആണ് ഇവിടെ എന്ത്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, അതായത് അക്യൂസാറ്റീവ് കേസ്. ഈ രണ്ട് സെൻറ്റൻസിൽ നമുക്കൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക് അക്യൂസാറ്റീവ് ആർട്ടിക്കിളിലേക്ക് കടക്കാം. ഈ ടേബിളിൽ കാണിക്കുന്നതാണ് അക്യൂസാറ്റീവ് ആർട്ടിക്കിൾസ്. ഇതിൽ നോമിനാറ്റീവ് കേസിൽ നിന്ന് അക്യൂസാറ്റീവ് കേസിലേക്ക് വരുമ്പോൾ ആർട്ടിക്കിളിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് മസ്കുലിൻ ജെൻഡറിൽ മാത്രമാണ്. ഈ ടേബിൾ എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഇവിടെ നോമിനാറ്റീവ് മസ്കുലിൻ ജെൻഡർ ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ടാണ് അക്യൂസാറ്റീവ് മസ്കുലിൻ ജെൻഡർ കാണിച്ചിരിക്കുന്നത്. കളർ ചേഞ്ചിലൂടെ ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ നോമിനാറ്റീവ് കേസ് മസ്കുലിൻ ജെൻഡർ എന്താണ്? ദർ ആണ്. അക്യൂസാറ്റീവ് കേസ് മസ്കുലിൻ ജെൻഡറിലേക്ക് വരുമ്പോൾ അതെന്താവും? ദെയിൻ ആകും. ദ നെക്സ്റ്റ് വൺ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ മസ്കുലിൻ നോമിനാറ്റീവ് വരുന്നത് ഐൻ ആണ്. അക്യൂസാറ്റീവ് കേസിലെ മസ്കുലിൻ ജെൻഡർ വരുമ്പോൾ അത് ഐനൻ ആവും. അടുത്തതാണ് നെഗറ്റീവ് ആർട്ടിക്കിൾ. നെഗറ്റീവ് ആർട്ടിക്കിളിൽ നോമിനാറ്റീവ് കേസിൽ മസ്കുലിൻ വരുന്നത് കൈൻ ആണ്. അക്യൂസാറ്റീവ് കേസിലേക്ക് വരുമ്പോൾ അത് കൈനൻ ആയി മാറും. നോമിനാറ്റീവ് കേസ് ആർട്ടിക്കിളിൽ നിന്ന് അക്യൂസാറ്റീവ് കേസ് ആർട്ടിക്കിളിലോട്ട് വരുമ്പോൾ മസ്കുലിൻ ജെൻഡറിൽ മാത്രമാണ് മാറ്റമുള്ളത്. ഫെമിനിൻ, ന്യൂട്രൽ, പ്ലൂറൽ എന്നീ ഫോമുകളെല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൻ അക്യൂസാറ്റീവ് കേസ് നോക്കാം.
നോമിനാറ്റീവ് കേസിലെയും അക്യുസാറ്റീവ് കേസിലെയും സെൻറ്റൻസുകളും നോക്കി നമുക്ക് ഈ മാറ്റം എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, ഇതിനുള്ള ഫസ്റ്റ് എക്സാമ്പിളാണ്. നോമിനാറ്റീവ് കേസാണ് ആദ്യം പറയുന്നത്. ദർ മാൻ ഹെൽപ്ഡ് ദെം കിൻഡ്. ദ മാൻ ഹെൽപ്സ് ദ ചൈൽഡ്. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? ദർ മാൻ. അതായത് നോമിനാറ്റീവ് കേസ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദർ മാൻ ആണ്. അടുത്തത് നോക്കിക്കേ, അക്യുസാറ്റീവ് കേസ് സെന്റൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇഷ് സേ ദെൻ മൻ. ദർ മൻ എന്നത് സബ്ജക്റ്റിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ ദർ എന്തായി മാറും? ദെൻ ആയി മാറും. മൻ എന്ന് പറയുന്നത് ഇവിടെ മസ്കുലിൻ ജെൻഡറാണ്. നോമിനാറ്റീവ് കേസിൽ നമ്മൾ കാണുന്നത് പോലെ ഇവിടെ മൻ്റെ ആർട്ടിക്കിളായി വന്നിരിക്കുന്നത് ദർ ആണ്. പക്ഷേ അത് അക്യുസാറ്റീവ് കേസിൽ വരുമ്പോൾ എന്തായി മാറും? ദേൻ ആയി മാറും. അതായത് ആ ടേബിളിൽ കണ്ട പോലെ ദർ ചേഞ്ചസ് ടു ദേൻ. ഇതിനുള്ള മറ്റൊരു എക്സാമ്പിൾ സെൻറ്റൻസ് ആണ്. ആദ്യം നോക്കുന്നത് നോമിനാറ്റീവ് ആണ്. ദർ ലേറർ എർക്ലെയർഡ് ദി റേഗൽ. ദി ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ റൂൾ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ദർ ലേറർ ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, അതായത് മസ്കുലിൻ ജെൻഡർ. അടുത്തതാണ് അക്യുസാറ്റീവ് കേസ്. ഇതിനുള്ള എക്സാമ്പിളാണ് ഇഷ് ഹോറെ ദെൻ ലേറർ. ഐ ഹിയർ ദ ടീച്ചർ. ഇവിടെ ടീച്ചർ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആ ജെൻഡർ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദർ ലേറർ ചേഞ്ചസ് ടു ദെൻ ലേറർ. അപ്പോൾ എന്താണ്? ഇതാണ് അക്യുസാറ്റീവ് കേസിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ നോമിനാറ്റീവ് കേസിൽ നിന്ന് വരുന്ന മാറ്റം. ഓക്കെ, നമുക്കിനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നോക്കാം. അതും ഇതുപോലെ തന്നെ നമുക്ക് നോമിനാറ്റീവ് വേഴ്സസ് അക്യുസാറ്റീവ് സെന്റൻസ് കമ്പയർ ചെയ്ത് നോക്കാം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലും മസ്കുലിൻ ജെൻഡറിന് മാത്രമാണ് മാറ്റമായി വരുന്നത്. അതായത് ഐൻ ചേഞ്ചസ് ടു ഐനൻ. ഇതിനുള്ള എക്സാമ്പിൾ സെന്റൻസ് ആണ് ആദ്യമായി നോക്കുന്നത്. നോമിനാറ്റീവ് കേസാണ്. ഐൻ മാൻ സ്പ്രിഷ്ട് ഡോയിഷ്. എ മാൻ സ്പീക്സ് ജർമ്മൻ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഐൻ മാൻ ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് നോമിനാറ്റീവ് കേസിൽ. അടുത്തതാണ് അക്യുസാറ്റീവ് കേസ്. ഇഷ് സേ ഐനൻ മൻ. ആ മൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ദ ആർട്ടിക്കിൾ ഐൻ ചേഞ്ചസ് ടു ഐനൻ. ഇതിനുള്ള അടുത്ത ഒരു എക്സാമ്പിളാണ് നോമിനാറ്റീവ് കേസിൽ ഐൻ ഷൂളർ ഷ്രൈബ്ഡ് einen ടെസ്റ്റ്. എ സ്റ്റുഡൻറ് റൈറ്റ്സ് എ ടെസ്റ്റ്. ഇതിൽ ഐൻ ഷൂളർ ആണ് ഇവിടെ നോമിനാറ്റീവ് കേസിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ ഷൂളർ എന്ന മസ്കുലിൻ ജെൻഡറിന്റെ ആർട്ടിക്കിളായി വരുന്നത് ഐൻ ആണ്. ബട്ട് ഇൻ അക്യുസാറ്റീവ് കേസ് ദർ ലേറർ സീറ്റ് einen ഷൂളർ. The teacher sees a student. The article ein changes to einen. ഷൂളർ എന്ന സബ്ജക്റ്റ് അക്യുസാറ്റീവ് കേസിൽ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ ഐനിൽ നിന്ന് ഐനനായിട്ട് മാറുന്നുണ്ട്. അക്യുസാറ്റീവ് കേസിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ മസ്കുലിൻ ജെൻഡറിൽ വരുന്ന മാറ്റം ഇതാണ്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നെഗറ്റീവ് ആർട്ടിക്കിളാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് എക്സാമ്പിൾ സെന്റൻസ് വെച്ച് തന്നെ പഠിക്കാം. നെഗാക്സിയോൺ ആർട്ടിക്കിളിലും മസ്കുലിൻ ജെൻഡറിൽ മാത്രമാണ് മാറ്റമുള്ളത്. അതായത് കൈൻ ചേഞ്ചസ് ടു കൈനൻ. ഇതിനുള്ള ഫസ്റ്റ് എക്സാമ്പിൾ സെന്റൻസ് ആണ് നോമിനാറ്റീവ് കേസ് ആണ് ആദ്യം പറയുന്നത്. കൈൻ ഹൂണ്ട് ഈസ് ഹിയർ. നോ ഡോഗ് ഈസ് ഹിയർ. ഇതിൽ കൈൻ ഹൂണ്ട് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് നോമിനാറ്റീവ് കേസിൽ. ഇനി അക്യുസാറ്റീവ് കേസ് നോക്കുകയാണെങ്കിൽ ഇഷ് സേ കൈനൻ ഹൂണ്ട്. ഐ സീ നോ ഡോഗ്. കൈനൻ ഹൂണ്ട് ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, അതായത് അക്യുസാറ്റീവ് കേസ്. അപ്പോൾ നോമിനാറ്റീവ് കേസിൽ ഹൂണ്ടിന്റെ ആർട്ടിക്കിളായി വന്ന കൈൻ ചേഞ്ചസ് ടു കൈനൻ ആണ് അക്യുസാറ്റീവ് കേസിൽ വരുന്ന മാറ്റം. ഇതിനുള്ള മറ്റൊരു എക്സാമ്പിൾ സെന്റൻസ് ആണ് നോമിനാറ്റീവ് കേസിൽ കൈൻ മൻ വാർട്ടഡ് ഡ്രൗസൻ. നോ മാൻ ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കൈൻ മൻ ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഡൂയിങ് ദ ആക്ഷൻ വാട്ട് വാർട്ടൻ. ഇവിടെ മസ്കുലിൻ ജെൻഡർ നൗൺ ആയിട്ട് വരുന്നത് എന്താണ്? മൻ ആണ്. അപ്പോൾ നോമിനാറ്റീവ് കേസിലെ നെഗാക്സിയോൺ ആർട്ടിക്കിൾ മസ്കുലിൻ ജെൻഡറായി വരുന്നത് എന്താണ്? കൈൻ ആണ്. കൈൻ പ്ലസ് ഇവിടുത്തെ മസ്കുലിൻ നൗൺ മൻ ഈസ് ഈക്വൽ ടു കൈൻ മൻ. ഇനി നമുക്ക് ഇതിൻ്റെ അക്യുസാറ്റീവ് കേസ് എക്സാമ്പിൾ നോക്കാം. അതായത് ഈ മസ്കുലിൻ നൗൺ മൻ നമ്മൾ അക്യുസാറ്റീവ് കേസിൽ യൂസ് ചെയ്താൽ ഇഷ് സേ കൈനൻ മൻ. ഐ സീ നോ മാൻ.
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇഷ് ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, മൻ ആണ് ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. മൻ എന്ന് പറയുന്നത് മസ്കുലിൻ നൗൺ ആണ്. അക്യുസാറ്റീവ് കേസിലെ നെഗാക്സിയോൺ ആർട്ടിക്കിൾ മസ്കുലിൻ ജെൻഡർ ആയിട്ട് വരുന്നത് കൈനൻ ആണ്. അപ്പോൾ എന്താണ് കൈനൻ മൻ. അപ്പോൾ എല്ലാവരും നോക്കിക്കേ, അക്യുസാറ്റീവ് കേസിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ മസ്കുലിൻ ജെൻഡർ ആയിട്ട് വരുന്നത് എന്താണ് ദേൻ. ഇതുപോലെ തന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ മസ്കുലിൻ ജെൻഡർ ആയിട്ട് വരുന്നത് ഐനൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ നെഗാക്സിയോൺ ആർട്ടിക്കിളിൽ മസ്കുലിൻ ജെൻഡർ ആർട്ടിക്കിൾ ആയിട്ട് വരുന്നത് എന്താണ് കൈനൻ. ഒരു ജർമ്മൻ സെന്റൻസിൽ ഈ ആർട്ടിക്കിൾസ് വെച്ച് നമുക്കെന്ത് അക്യുസാറ്റീവ് കേസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ വീഡിയോയിലൂടെ അക്യുസാറ്റീവ് ആർട്ടിക്കിൾ എന്താണെന്നും നോമിനാറ്റീവ് ആർട്ടിക്കിളും അക്യുസാറ്റീവ് കേസിലെ ആർട്ടിക്കിളും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത വീഡിയോ അക്യുസാറ്റീവ് പ്രപ്പോസിക്സിയോണൻ എന്താണെന്നും അത് എങ്ങനെ അക്യുസാറ്റീവ് കേസിൽ ഉപയോഗിക്കുന്നുവെന്നും അതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ബിസ് ബാൾഡ്, ചൂസ്.